എല്ലാവർക്കും വീട്, ഭക്ഷണം, ആരോഗ്യം എന്നീ മുദ്രാവാക്യമുയർത്തി UDF പ്രകടന പത്രിക പുറത്തിറക്കി. വിവിധ വികസന പദ്ധതികളിലൂടെ 15 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. കേരളത്തെ തരിശു ഭൂമിരഹിത സംസ്ഥാനമാക്കി മാറ്റുമെന്നാണ് UDF വാഗ്ദാനം. സ്ത്രീ സുരക്ഷയ്ക്കും കർഷകർക്കുമായി പ്രത്യേക പദ്ധതികളും പത്രികയിലുണ്ട്. എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി ഭവന ബമ്പർ എന്ന പ്രഖ്യാപനമാണ് UDF പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് പൊതുജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കും. എല്ലാ താലൂക്കുകളിലും മാവേലി ഹോട്ടലുകൾ ആരംഭിക്കും. വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസും ക്യാൻസർ രോഗികൾക്ക് സൗജന്യ മരുന്നുകളും നൽകും. കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് ആശ്വാസമായി കൃഷി ബമ്പർ ലോട്ടറിയും ആരംഭിക്കും. സബ്സിഡി നൽകി ജൈവ കൃഷി വ്യാപിപ്പിക്കും. കൃഷിക്കാർക്ക് പലിശരഹിത വായ്പ നൽകും. റബ്ബർ സംസ്കരണത്തിന് പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തും. യുവസംരംഭകർക്ക് 20 ലക്ഷം രൂപ പലിശരഹിത വായ്പയും UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തെ പൂർണ്ണമായും ഒരു ജൈവ സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് ജൈവ കൃഷിയിലൂടെ കേരളത്തിന് ആവശ്യമുള്ള പച്ചക്കറി, പഴം, മറ്റ് ഫ്രൂട്ട്സ് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കും. അതോടൊപ്പം പാല്, മുട്ട, ഇറച്ചി ഇതും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ കേരളത്തെ സ്വയം പര്യാപ്തതയിലെത്തിക്കും. സ്ത്രീകൾക്കായി പൊതുസ്ഥലങ്ങളിൽ പ്രത്യേക ടോയ്ലറ്റുകൾ സ്ഥാപിക്കും. കേരളത്തെ തരിശുരഹിത സംസ്ഥാനമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനവും പ്രകടന പത്രികയിലുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും സൗജന്യമായി സൈക്കിൾ. സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നിരക്കിൽ ലാപ്ടോപ്പ് നൽകുമെന്നും UDF വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ ജില്ലകളിലും ഓരോ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും UDFന്റെ പ്രകടന പത്രികയിലുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.